എന്തായാലും ഉള്ളിൽ ഞാൻ ഒരിക്കലും പ്രദേശത്തില്ല കേട്ടോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോ ഇതിന്റെ സൈഡിലൂടെ വേറെ റോട്ടിക്ക് വിടുവോ നമ്മളെ പോലീസുകാരെ വിട്ട പോലെ എവിടേക്കെങ്കിലും പോയിട്ട് പോയതുകൊണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ കിടത്തണോ? കേട്ടില്ല ഇത്രയും ഏതായാലും ഇതിന്റെ ഉള്ളിൽ എത്തിയ തന്നെ വേണ്ട അവിടെ കടക്കായില്ല. പോയാലും ഇവിടെ കട്ടാക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ലുലു മാളിൽ എത്തിയിരിക്കുന്നു. കോഴിക്കോട് ലുലു മാളിൽ നമ്മൾ എത്തിയിരിക്കുന്നു. എൻ്റെ വീട് ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂർ പിടിച്ചു വീട്ടിൽ നിന്ന് വരാൻ. അപ്പോൾ നമ്മുടെ ലുലു മാളിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളൊക്കെ ഇനി ലുലു മാളിലുള്ള കാഴ്ചയിൽ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ എൻട്രൻസ് 5ലേക്ക് കയറുകയാണ്. ഹലോ ഗൈസ്, നിങ്ങൾ ലുലു മാളിലെ കാഴ്ചയാണ് കാണുന്നത്. സെപ്പറേറ്റ് അല്ലേ? ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്.
ഹലോ ഗൈസ്, നമ്മളങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെത്തിയിരിക്കുന്നു. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ നെസ്റ്റോ ഇല്ല. അപ്പോൾ നിങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹലോ ഗൈസ്, നിങ്ങൾ ചീരയുടെ, മല്ലിച്ചപ്പിൻ്റെ, കറിവേപ്പിലയുടെ ചിത്രങ്ങളാണ് കാണുന്നത്. അവിടെ ആപ്പിൾ, ഹലോ ഗൈസ്, ഞങ്ങൾ മീറ്റിൻ്റെ വിലയാണ് ഇപ്പോൾ കാണുന്നത്. 400 രൂപ ഉള്ളത് 340. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ലുലു മാൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ലുലു മാളിൻ്റെ വലിപ്പം ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ ഭയങ്കര തിരക്കാണ് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ മിനിമം 25 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷേ ഈ ബ്ലോക്കൊക്കെ കാരണം ഇന്നലെ വരാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂറായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.30 മിനിറ്റ്സായി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ബ്ലോക്കിൻ്റെ ഇടയിലാണ് കിടന്നിട്ടാണ് ഇന്നലെ വന്നത് ഇങ്ങോട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ലുലുമാൾ, നമ്മുടെ എറണാകുളം ലുലുമാൾ തന്നെയാണ് ഭയങ്കര വലിപ്പമുള്ള ലുലുമാൾ. ഏറ്റവും ബിഗ്ഗസ്റ്റ് മാൾ എറണാകുളം ലുലുമാൾ തന്നെയാണ് ഭയങ്കര വലിപ്പമുള്ള മാളുള്ളൂ. നമ്മുടെ കോഴിക്കോട് ലുലുമാൾ വന്ന്, പക്ഷേ പാർക്കിങ്ങിന് അവിടെ കുറേ സ്ഥലമുണ്ട് കോഴിക്കോട് ലുലുമാളിൽ. പക്ഷേ ഷോപ്സൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ബേസ്മെൻറ്റ് കോഴിക്കോട് ലുലുമാളിൽ, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറ്, പിന്നെ ഫസ്റ്റ് ഫ്ലോർ, പിന്നെ സെക്കൻഡ് ഫ്ലോർ, അത്രേ ഉള്ളൂ. പിന്നെ കോഴിക്കോട് ലുലുമാളിൻ്റെ അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ പാർക്കിംഗ് ഉണ്ട് കുറേ മേലെ, ഗെയിംസിൻ്റെ സ്ഥലങ്ങൾ, ഫുഡ്സിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ഷോപ്സ്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്സ്, പിന്നെ താഴത്തെ ബേസ്മെൻറ്റ്. പക്ഷേ എറണാകുളം ലുലുമാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള മാളാണ്. അതുമാതിരി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മാൾ ഭയങ്കര വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ള മാൾ തന്നെയാണ് ലുലുമാൾ, തിരുവനന്തപുരം, എറണാകുളം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ലുലുമാൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.